സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നു. പീക്ക് ലോഡ് സമയത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. ബുധനാഴ്ച രാത്രി 10:30-നും 11:00-നും ഇടയിൽ രേഖപ്പെടുത്തിയ 5820 മെഗാവാട്ട് ഉപയോഗമാണ് ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡ്. എന്നാൽ വ്യാഴാഴ്ച ഈ റെക്കോർഡ് വീണ്ടും തിരുത്തി പീക്ക് ലോഡ് സമയത്തെ 5836 മെഗാവാട്ട് ഉപയോഗമാണ് രേഖപ്പെടുത്തിയത്. 2024 മെയ് 2-ന് രേഖപ്പെടുത്തിയ 5797 മെഗാവാട്ടായിരുന്നു സമീപനാളിലെ പീക്ക് ലോഡ് സമയത്തെ ഉയർന്ന വൈദ്യുതി ഉപയോഗം. മറ്റു സമയത്തെ വൈദ്യുതി ഉപയോഗവും അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ രാവിലെ 7-ന് അവസാനിച്ച 24 മണിക്കൂറിനിടെ 109.103 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്തെ ഉപയോഗം. ഇതിൽ 80.237 ദശലക്ഷം യൂണിറ്റ് പുറത്തുനിന്നെത്തിച്ചപ്പോൾ 28.868 ദശലക്ഷം യൂണിറ്റ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ചു. ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ മൂലമറ്റത്ത് 6 ജനറേറ്ററുകളും പ്രവർത്തിപ്പിച്ച് 12.5 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പും പരീക്ഷാകാലവുമായതിനാലാണ് വൈദ്യുതി ഉപയോഗം കുതിച്ചുയരാനുള്ള പ്രധാന കാരണം. അതേസമയം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് കൃത്യമായ ആസൂത്രണം വൈദ്യുതി ബോർഡ് ഡെസ്പാച്ച് സെന്റർ നടത്തിയതിനാൽ നിയന്ത്രണം ഒഴിവാക്കാനായെന്നാണ് വിലയിരുത്തൽ. പീക്ക് സമയങ്ങളിൽ ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നും പരമാവധി ലഭ്യമാകുന്നത് 1500 മെഗാവാട്ട് വൈദ്യുതിയാണ്. കേന്ദ്ര ഗ്രിഡിൽ നിന്നും സംസ്ഥാനത്തേക്ക് 4000 മെഗാവാട്ട് വരെ വൈദ്യുതി എത്തിക്കാനുള്ള ശേഷിയാണ് നിലവിലുള്ളത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം ഓരോ ദിവസവും കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ പുറത്തുനിന്നും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കാനുള്ള കഠിന ശ്രമമാണ് വൈദ്യുതി വകുപ്പ് നടത്തുന്നത്. ദിവസവും 20 കോടി രൂപ വരെ ചെലവഴിച്ചാണ് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വൈകുന്നേരം 6-നും രാത്രി 11-നും ഇടയിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും പമ്പ്സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി എന്നിവയുടെ ഉപയോഗം കുറച്ചും AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിച്ചും താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടു.